വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. യേശു രണ്ടാമത് വരുന്നത് പ്രഥമമായി സമ്മാനം നൽകി ആദരിക്കാനാണെങ്കിൽ യേശു വരുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം യേശുവിൻ്റെ കൂടെ ഇരുത്താൻ നമ്മളെ കൊണ്ടുപോകാനാണ്. യേശുവിൻ്റെ കൂടെ ഇരുത്താൻ നമ്മളെ കൊണ്ടുപോകണം. വളരെ ശ്രദ്ധിച്ച് ഈ ഭാഗം നമുക്ക് ധ്യാനിക്കാം. യേശുവിൻ്റെ കൂടെ ഇരുത്താൻ, എല്ലാവരെയും ഇരുത്താൻ യേശുവിന് വലിയ ആഗ്രഹമാണ്. യേശുവിൻ്റെ നാമം കേൾക്കാത്ത പരകോടി ജനങ്ങളെ യേശുവിൻ്റെ കൂടെ ഇരുത്താൻ യേശുവിന് ആഗ്രഹമാണ്. യേശുവിന് മുമ്പേ, ജനിക്കുന്നതിന് മുമ്പേ മരിച്ചു പോയ പൂർവ്വപിതാക്കന്മാരെ, വിശുദ്ധാത്മാക്കളെ, അബ്രാഹം തുടങ്ങി, മോശ തുടങ്ങി, നോഹ തുടങ്ങി ഒരുപാട് ദൈവപുരുഷന്മാരെ യേശുവിനൊപ്പം ഇരുത്താൻ യേശുവിന് ആഗ്രഹമുണ്ട്. ചേർന്നൊന്ന് പറഞ്ഞേൻ ഹല്ലേലൂയ. ഇതുകൊണ്ട് അന്ത്യവിധിയിൽ നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഒന്ന്, യേശു പാതാളങ്ങളിൽ ഇറങ്ങി എന്നതിൻ്റെ അർത്ഥം എന്താണ്? രണ്ട്, ശരീരങ്ങളുടെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പാതാളങ്ങളിൽ ഇറങ്ങി. യേശു പാതാളങ്ങളിൽ ഇറങ്ങി എന്ന ഭാഗത്തെ വളരെ വ്യത്യസ്തമായ വിധത്തിലാണ് പലരും വ്യാഖ്യാനിക്കാറുള്ളത്. ചില തെറ്റായ വ്യാഖ്യാനങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞിട്ട് ശരിയായ വ്യാഖ്യാനങ്ങൾ പറയാം. പ്രൈസ് ദി ലോർഡ്. തെറ്റായ വ്യാഖ്യാനം, യേശു നരകത്തിൽ പോയി ആത്മാക്കളെ, എല്ലാ കാലത്തേക്കുമായി നശിച്ചു പോയ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കരയേറ്റി കൊണ്ടുവന്നു. ഇത് തെറ്റായ പഠനമാണ്. യേശു പിതാവിനാൽ ശപിക്കപ്പെട്ട മനുഷ്യരെ സ്വന്തമായി ദൈവത്തെ എല്ലാ അർത്ഥത്തിലും നിഷേധിച്ച മനുഷ്യർക്ക് അവരുടെ ഇടയിൽ സുവിശേഷ പ്രഘോഷം നടത്തി മാനസാന്തരപ്പെടുത്തി അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. തെറ്റായ പഠനമാണ്. യേശു പാതാളങ്ങളിൽ ഇറങ്ങിയത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പാതാളങ്ങളിൽ ഇറങ്ങിയതിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടുതലായി കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ആദം തുടങ്ങിയുള്ള ആളുകളെ സ്വർഗത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത് സ്വർഗത്തിലെ പിതാവിൻ്റെ, യേശുവിൻ്റെയും ആഗ്രഹമാണ്. പക്ഷെ എങ്ങനെ അതിൻ്റെ ഭാഗമാക്കും? ഇതുകൊണ്ടാണ് ദുഃഖ വെള്ളിയാഴ്ച മരിച്ച യേശു അന്ന് പാതാളങ്ങളിൽ ഇറങ്ങി. ഏതാനും മണിക്കൂറുകളിൽ പാതാളങ്ങളിൽ കഴിയുന്ന ആത്മാക്കളെ അവൻ കണ്ടു. ഓർക്കണം, പാതാളങ്ങളിലായിരിക്കുന്ന ആത്മാക്കളെ അവൻ കണ്ടു. ആരൊക്കെയാണ് ഈ പാതാളങ്ങളിലായിരിക്കുന്ന ആത്മാക്കൾ?
ഏറ്റവും പ്രധാനമായി സഭാപിതാക്കന്മാർ, പ്രത്യേകിച്ചും ആധുനിക കാലത്തെ സഭാപിതാക്കന്മാർ ദുഃഖശനിയാഴ്ചകളിൽ നടത്തിയ പ്രാർത്ഥനയുടെ കൂടി ഭാഗമാണത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ആദത്തെ കർത്താവായ യേശു കണ്ടു, ആദത്തെ കണ്ടു. എന്നിട്ട് ആദത്തെ കണ്ടുകൊണ്ട് എന്താണ് യേശു പറഞ്ഞത്? നമുക്കറിയാം, ആദത്തിന് ആരുടെ മുഖമായിരിക്കും? യേശുവിൻ്റെ മുഖമായിരിക്കും. ആദത്തിൻ്റെ മുഖത്തെ വെണ്മ ആരുടേതുപോലെ ആയിരിക്കും? യേശുവിൻ്റേതുപോലെ ആയിരിക്കും. പറയുന്നത് ഇങ്ങനെയാണ്: പാതാളങ്ങൾ ഇറങ്ങി യേശു ആദത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓ ആദം, മർത്യരുടെ അവതാരമായി ഗണിക്കപ്പെട്ടവനല്ലേ നീ? നീ എങ്ങനെ ഇവിടെ ആയി എന്ന് നീ ഓർക്കണം. നീ ഇവിടെ കഴിയേണ്ടവനല്ല. പാതാള സർപ്പങ്ങൾക്ക് നിന്നെ തന്നെ കൊടുക്കേണ്ടവനല്ല. നീ സ്വർഗത്തിൻ്റെ മകനാണ്. നീ പാപം ചെയ്തുവെങ്കിലും നീ മനസ്തപിച്ചിട്ടുണ്ട്. നീ സ്വർഗത്തിൻ്റെ മകനാണ്. അതുകൊണ്ട് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ പാതാളത്തിൽ ഇറങ്ങിയത്. കർമ്മയുദ്ധം പറഞ്ഞേൻ. ഹല്ലേലൂയ. ഞാൻ തുടർന്ന് വായിക്കാം. ദൈവം ശരീരത്തിൽ ഉറങ്ങുകയും ലോകാരംഭം മുതൽ ഉറങ്ങിയവരെ ഉണർത്തുകയും ചെയ്തു. അപ്പോൾ ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ് ശരീരങ്ങളുടെ ഉയർപ്പ് സാധ്യമാകണം. 2, യേശുവിന് മുമ്പേ മരിച്ചുപോയ, കാനാൻ ദേശം സ്വന്തമാകാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ മോശ തുടങ്ങിയിട്ടുള്ളവർ, രക്ഷപ്പെടാനായി ഒരുപാട് ഇച്ഛിച്ചിട്ടും പാപത്തിൻ്റെ ഭാഗമായിരുന്നു മനസ്തപിച്ചു. പക്ഷേ മാനവകുലത്തിന് രക്ഷസാധ്യമാകുന്ന പുത്രനായി ക്രിസ്തു അവതരിച്ചിട്ടില്ല. അതുകൊണ്ട് രക്ഷാകര സംഭവത്തിൻ്റെ ഭാഗമായി മാറാതിരുന്ന ആദിമകാലത്തിലെ പൂർവ്വപിതാക്കന്മാരെയും ന്യായാധിപന്മാരെയും എങ്ങനെ അവൻ രക്ഷിക്കും? ദൈവം ശരീരത്തിൽ ഉറങ്ങുകയും ലോകാരംഭം മുതൽ ഉറങ്ങിയവരെ ഉണർത്തുകയും ചെയ്തു. അപ്പോൾ ദുഃഖവെള്ളിയാഴ്ച മരിച്ച യേശു പാതാളങ്ങളിൽ ഇറങ്ങി ഉറങ്ങിക്കിടന്നവരെ ഉണർത്തി. ഉറങ്ങിയവരിൽ ആരൊക്കെ ഉണ്ടാകും? ഉറങ്ങിയവരിൽ പൂർവ്വപിതാക്കന്മാരായ സകലവരുണ്ടാകും. ആദ്യം മുതൽ ക്രിസ്തു വരെയുള്ള, രണ്ടാമത്തെ ആദമായ ക്രിസ്തു വരെയുള്ള മുഴുവൻ പിതാക്കന്മാരും അന്ന് ഉറക്കത്തിലാണ്. നമ്മുടെ ആദ്യ പിതാവിനെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനവനല്ലേ, നമ്മുടെ ആദ്യ പിതാവിനെ കാണാതെ പോയ ആടിനെ എന്നതുപോലെ അവിടുന്ന് അന്വേഷിച്ചു പോയി. അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും വസിക്കുന്നവരെ സന്ദർശിക്കാൻ അവൻ ആഗ്രഹിച്ചു. ബന്ധനത്തിൽ കഴിയുന്ന ആദത്തെയും അവനോടൊപ്പം തടവുകാരിയായ ഹവ്വായെയും, രണ്ടുപേരും ഉണ്ട് കേട്ടോ, തടവുകാരായ ഹവ്വായെയും ദുഃഖത്തിൽ നിന്ന് സ്വതന്ത്രരാക്കാൻ ദൈവപുത്രനായ അവിടുന്ന് പോകുന്നു. ഇപ്പോൾ ദുഃഖശനിയാഴ്ച സഭാപിതാക്കന്മാർ പറയുന്നത് എങ്ങനെയാണ്? ദൈവമില്ലാത്ത ദിവസമാണ്, ദൈവത്തിൻ്റെ പ്രസൻസ് ഇല്ലാത്ത ദിവസമാണ്. സഭ അനാഥമാണ്. അതുകൊണ്ടാണ് നമുക്ക് കുർബാന, പ്രോപ്പറായ കുർബാന എന്നില്ലാത്തത്. അന്ന് അനാഥമാണ് സഭ. ആദിമകാലത്തിൽ സത്യത്തിൽ ദുഃഖശനിയാഴ്ച ശിഷ്യഗണത്തെയും ഈ കാലയളവിൽ ശിഷ്യഗണത്തിൻ്റെ പിൻഗാമികളായ നമ്മളെയും പിടിച്ചു നിർത്തുന്നത് പരിശുദ്ധ കന്യകാമറിയമാണെന്നാണ് സഭാപിതാക്കന്മാരുടെ പഠനം. അപ്പോൾ ഈ ദുഃഖശനിയാഴ്ച യേശു ഇവിടെ പോയി. അപ്പോൾ യേശു മരിച്ചുവെന്ന് ഉറപ്പുവരുത്തണം. കാരണം ഈ കാലയളവ് നമുക്കറിയാം, ദുഷ്ടന്മാരെ എല്ലാ കാലത്തും ഉണ്ട്. അപ്പം അതുകൊണ്ട് ചില ദുഷ്ടന്മാർ പറഞ്ഞത് എങ്ങനെയാണ്? യേശു മരിച്ച പോലെ കുരിശിൽ കാണിച്ചേ ഉള്ളൂ. യേശു അങ്ങനെ പീഡനങ്ങളൊന്നും ഏറ്റുമെങ്കിലും മരിക്കാൻ നല്ല കാര്യത്തിൽ പറഞ്ഞതാ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം യേശു മരിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് അവൻ മരിക്കാൻ പാടില്ല. അവൻ മരിച്ചതുപോലെ ഇങ്ങനെ കാണിച്ചു. ചിലർ പറഞ്ഞു അവൻ മരിച്ചിട്ട് അടക്കം ചെയ്യാൻ അനുവദിച്ചില്ല. ഇതുകൊണ്ട് വിശ്വാസ പ്രമാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി ഈ ഭാഗം മാറി, ഈ ഭാഗവും കൂടി മാറി. അവൻ പാതാളങ്ങളിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും പോലെ അടക്കം ചെയ്യപ്പെട്ടു. പക്ഷേ ഈ അടക്കം ചെയ്യപ്പെട്ടിട്ട് നമ്മളാണെങ്കിൽ അവിടെ കിടക്കും, നമ്മുടെ ആത്മാക്കൾ സ്വർഗത്തിലും പോകും. പക്ഷെ കർത്താവിന് അവിടെ കിടക്കാൻ പറ്റില്ല. അവൻ ദൈവപുത്രനാണ്. അവൻ അടക്കം ചെയ്തതിന് ഒരർത്ഥമുണ്ട്. ആ അർത്ഥമാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർ ചോദിക്കില്ലേ, യേശുവിന് മുമ്പ് ജനിക്കുകയും ജീവിക്കുകയും വിശുദ്ധരായി ജീവിക്കുകയും ചെയ്ത മനുഷ്യർ എവിടെ പോവും, എന്തു ചെയ്യും? അപ്പോഴാണ് കർത്താവ് ആദത്തെയും ഹവ്വയെയും ഓർക്കണത്. നമുക്ക് ആദ്യം ആദത്തെയും ഹവ്വയെ രക്ഷിക്കാമെന്ന് കരുതി ആദ്യം പാതാളത്തിലിറങ്ങിയ കർത്താവ് ചെല്ലുന്നത് ആരുടെ അടുത്താണ്? ആദത്തിൻ്റെയും ഹവ്വയുടെ അടുത്താണ്. ബന്ധനത്തിൽ കഴിയുന്ന ആദത്തെയും അവനോടൊപ്പം തടവുകാരിയായ ഹവ്വയെയും ദുഃഖത്തിൽ നിന്ന് സ്വതന്ത്രരാക്കാൻ ദൈവപുത്രനായ അവിടുന്ന് പോകുന്നു. എന്നിട്ട് പറയുകയാണ് ഈ വാചകം, സഹോദരങ്ങളെ,
ഹൃദയത്തെ ഏറെ ഭേദിപ്പിക്കുന്നതാണ്. ഈശോ പറയുകയാണ്, ഞാൻ ദൈവമാണ്. ആദം, ഞാൻ ദൈവമാണ്. നീ ദൈവത്തെ പോലെയാണ് ഇരിക്കുന്നത്. നിനക്കെൻ്റെ മുഖമാണ്, നിനക്കെൻ്റെ ഭാവമാണ്. ഞാൻ ദൈവമാണ്. നിനക്ക് വേണ്ടി നിൻ്റെ പുത്രനായവൻ, ഉറങ്ങുന്നവനെ എഴുന്നേൽക്കുക. പാതാളത്തിൽ തടവുകാരനായിരിക്കാനല്ല ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. ഈ പാതാളത്തിൻ്റെ അന്ധകാരത്തിൽ കിടക്കാനല്ല ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. മരിച്ചവരുടെ, മരണമടഞ്ഞവരുടെ ജീവനാണ് ഞാൻ. വലതുകരം ഉയർത്തി പറഞ്ഞേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, യേശു പാതാളത്തിൽ ഇറങ്ങി 2 തരത്തിലുള്ള മനുഷ്യരെ അവിടെ കണ്ടുമുട്ടുന്നുണ്ട്. ഇതാണ് ഒരുപാട് പേര് തെറ്റായ വിധത്തിൽ വ്യാഖ്യാനിക്കുന്നത്. നരകത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത് ഞാൻ നരകത്തിലേ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് പോയിരിക്കുന്ന നരകവാസികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല യേശു പോയത്. മറിച്ച് ദൈവദർശനം കിട്ടാതെ, കാരണം മനുഷ്യപുത്രൻ അവതരിച്ചിട്ടില്ല, മനുഷ്യപുത്രനായ ക്രിസ്തുവിൻ്റെ അവതാരത്തെ ദർശനം കണ്ട്, രക്ഷയെ ദർശനം കണ്ട്, സ്വർഗത്തെ ദർശനം കണ്ടുകൊണ്ട് കിടക്കുന്നവരെ സ്വർഗത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യപുത്രനായ യേശു പാതാളത്തിലിറങ്ങിയത്. കരമുയർത്തുന്നു പറഞ്ഞേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിലും കൂടുതലായ അർത്ഥമുണ്ട് എന്ന് സഭാപിതാക്കന്മാർ പറയുന്നത്. ഞാൻ അതിലേക്ക് സമയമനുസരിച്ച് എത്താം. ഈ പാതാളത്തിൽ ഇറങ്ങിയതുപോലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പഠനം ഉള്ളത് ശരീരത്തിൻ്റെ ഉയർപ്പാണ്. ശരീരത്തിൻ്റെ ഉയർപ്പ് എങ്ങനെയാണ് നമ്മൾ ഉയർക്കുന്നത്? സഹോദരങ്ങളെ, ഇവിടെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ നോക്കണം. ഏതൊരു മനുഷ്യൻ മരിക്കുന്ന സമയത്തും വിധി നടക്കുന്നത് അപ്പോൾ തന്നെയാണ്. ഇപ്പം 2 തരത്തിലുള്ള വിധി, ഒന്ന് തനത് വിധി എന്നും പൊതുവിധി എന്നും. അപ്പോൾ തെറ്റായ പഠനം ഇങ്ങനെയാണ്, തനത് വിധിയും പൊതുവിധിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതാണ് ചില തെറ്റായ പഠനങ്ങൾ. അങ്ങനെയല്ല സഭ പഠിപ്പിക്കുന്നത്, സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. തനത് വിധിയിൽ സംഭവിച്ചത് പബ്ലിക് ആക്കുന്നതാണ് പൊതുവിധി എന്ന് പറയുന്നത്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാൻ മരിക്കണ്ട, നിങ്ങൾ ആരെങ്കിലും മരിച്ചു എന്ന് കരുതുക. നിങ്ങളിൽ ആരെങ്കിലും മരിച്ചു. നമ്മുടെ ജോസിയേട്ടൻ മരിച്ചു. ജോസിയേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തനത് വിധി നടക്കും. തനത് വിധി നടന്ന് അവൻ്റെ ആത്മാവ് സ്വർഗത്തിൻ്റെ ഭാഗമാകും, നരകത്തിൻ്റെ ഭാഗമാകും, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഭാഗമാകും. അപ്പോൾ തനത് വിധിയിൽ സംഭവിച്ചത് ആർക്കൊക്കെ അറിയാവോ? ജോസിയേട്ടനും അറിയാം, വിധിച്ച കർത്താവിനും അറിയാം. പക്ഷെ അതുകൊണ്ട് ജോസിയേട്ടന് തീരുന്നില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഭാഗം, മനുഷ്യപുത്രൻ കാഹളത്തോടുകൂടി ആരവം ചെയ്യുന്ന നേരത്ത് ഇതാ ദുഷ്ടനെയും ശിഷ്ടനെയും വേർതിരിക്കും. ഈ വേർതിരിക്കുന്ന ഒരു മഹാസമ്മേളനമാണ്, വലിയൊരു കൺവെൻഷനാണ്. അവിടെ കാണണം. ഈ ജോസിയേട്ടൻ മിനിസ്ട്രി നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ജോസിയേട്ടൻ ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു എന്ന് മറ്റുള്ളവർ കാണണം. അല്ലെങ്കിൽ ജോസിയേട്ടൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു, ജോസിയേട്ടൻ സത്യത്തിൽ ഒറിജിനൽ ആയിരുന്നു എന്ന് മറ്റുള്ളവർ കാണണം. അപ്പോൾ തനത് വിധിയിൽ സംഭവിച്ച കാര്യം പൊതുവായി പ്രഖ്യാപിക്കുന്നതാണ് പൊതുവിധി എന്ന് പറയുന്നത്. വലതുയർച്ചെന്ന് പറഞ്ഞേന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം മരിക്കുന്ന സമയത്ത് തന്നെ ഏതൊരു മനുഷ്യൻ്റെയും ആത്മാവ് സ്വർഗത്തിൻ്റെയോ നരകത്തിൻ്റെയോ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെയോ ഭാഗമാകുന്നു. ഇങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ ഉള്ള പ്രശ്നം എങ്ങനെയാണ്? അബ്രാഹത്തിൻ്റെ മടിയിൽ ലാസറും ധനവാനും കിടക്കുന്നത് കാണുക സാധ്യമല്ല. ഇത് സംഭവിച്ചില്ലെങ്കിലത്തെ മറ്റൊരു പ്രശ്നമാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിൽ ആയിരിക്കുമെന്ന് നല്ല കള്ളനെ നോക്കിക്കൊണ്ട് യേശുവിന് പറയാൻ പറ്റില്ല. ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിലത്തെ മറ്റൊരു പ്രശ്നമാണ്, സഭയ്ക്ക് ഒരിക്കലും വിശുദ്ധാത്മാക്കളെ പ്രഖ്യാപിക്കുവാൻ കഴിയുകയില്ല. ഒരു കരമുയർത്തി പറഞ്ഞേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ സംഭവിക്കുന്നത്, തനത് വിധി സംഭവിക്കുന്നത് കൊണ്ടാണ് വിശുദ്ധാത്മാക്കളെ പ്രഖ്യാപിക്കാനായിട്ട് കഴിയുന്നത്. തനത് വിധി സംഭവിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിൽ ആയിരിക്കുമെന്ന് നല്ല കള്ളനോട് പറയാനായിട്ട് കഴിയുന്നത്. ഇത് തനത് വിധി സംഭവിക്കുന്നത് കൊണ്ടാണ് ശുദ്ധീകരണത്തിലെ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കും ആത്മാക്കൾ കൂടുതലായി പോവുക. ഇത് നമുക്ക് സാമാന്യം നമുക്ക് ഏകദേശം ഒരു ഊഹം നമ്മുടെ സ്വഭാവമനുസരിച്ച് ഉണ്ടല്ലോ.
എന്തായിരുന്നാലും പാദ്രോപ്പിയെ പോലെ രക്ഷപ്പെടാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. അതിനൊക്കെ നല്ലതാണോന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ സഹോദരങ്ങളെ, ഡൊമിനിക്കൻ സഭയിൽ ഭയങ്കര ചർച്ചാ വിഷയമായി. ഇപ്പോൾ ആദിമ സഭയിൽ എന്നും ഇതിനെക്കുറിച്ച് ചർച്ചയാണ് അവർക്ക്. അതിൻ്റെ കാരണം എന്താ? ഇന്ന് ഇങ്ങനത്തെ ചർച്ചയൊക്കെ കുറവാണ്. ആദിമകാലത്തിലെ സഭയിലെ സംസാരം യേശു എപ്പോൾ വരും പറഞ്ഞു, ഇപ്പോൾ വരും. അല്ല സുഹൃത്തെ, നീ അങ്ങനെ പറയല്ലേ. കാരണം പൗലോസ് അപ്പോസ്തലൻ സുവിശേഷ ശുശ്രൂഷ കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് പത്രോസിനെ കാണുന്നത് തന്നെ. ഇവർ തമ്മിലുള്ള സംസാരമൊക്കെ അന്ന് കുറവായിരുന്നു. 14 ദിവസമേ കൂടുതൽ താമസിച്ചിട്ടുള്ളൂ അന്ന്. പിന്നീട് ഒരുപക്ഷെ താമസിച്ചിട്ടുണ്ടായിരിക്കാം. ബൈബിളിൽ പറയുന്നതനുസരിച്ച് 14 ദിവസമേ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൂ. അപ്പം ആദിമകാലത്തിലെ സഭയിലുടനീളം അവർ ദ്രുതഗതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. കാരണം ക്രിസ്തുവിൻ്റെ ആഗമനത്തെ ത്വരിതപ്പെടുത്തണം. അപ്പം ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കൺഫ്യൂഷനും വരും. അങ്ങനെ പോയാൽ എങ്ങനെ വരും, ഇങ്ങനെ പോയാൽ എങ്ങനെ വരും, ഇങ്ങനെ ഒരുപാട് ചർച്ചാ വിഷയങ്ങളാണ്. ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ മരിച്ച ആത്മാക്കളെക്കുറിച്ചുള്ള പഠനം നടത്തിയത് ഡൊമിനിക്കൻ സന്യാസികളാണ് നാളുകൾ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഡൊമിനിക്കൻ സന്യാസികൾ 2 കൂട്ടമായി തിരിഞ്ഞു. ഒരു കൂട്ടം ഡൊമിനിക്കൻ സന്യാസിമാർ പറഞ്ഞു, സത്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ ഭൂമിയിലെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പാവപ്പെട്ട ഒരു സന്യാസിയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു ഗ്രൂപ്പിലെ സന്യാസി പറഞ്ഞു, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് മരിച്ച ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർ ചോദിച്ചു എന്തുകൊണ്ടാണ്? അപ്പോൾ പറഞ്ഞു, ഞാനൊരു കഥ പറയാം. കഥ എങ്ങനെയാണ്? 2 ഭിക്ഷക്കാർ, ആ സന്യാസി പറഞ്ഞ കഥയാണ്, സംഭവമാണ്. 2 ഭിക്ഷക്കാർ. ഒന്നാമത്തെ ഭിക്ഷാടകൻ, അവന് പ്രായമായി, ജോലി ചെയ്യാനുള്ള വഴിയില്ല, കാശുമില്ല, രക്ഷയില്ല, ആകെ വിഷമിച്ചു പോകുന്നു. രണ്ടാമത്തെ ആള്, അവനൊരു യുവാവാണ്, ആരോഗ്യം കുറച്ച് കുറവുണ്ട്, കുറച്ച് രോഗമുണ്ട്, ജോലി ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട്. ഇവരിൽ ആരെ നമ്മൾ കൂടുതൽ സഹായിക്കും? അപ്പോൾ ഈ കൂട്ടർ പറഞ്ഞു, തീർച്ചയായും യുവാവായ ആൾക്ക് ഇനിയും നന്നായിട്ട് ജീവിക്കാൻ പറ്റും, അവന് അധ്വാനിക്കാൻ പറ്റും, അവന് കഷ്ടപ്പെടാൻ പറ്റും. പക്ഷേ അപ്പുറത്തെ ആൾക്കാകട്ടെ, ആദ്യത്തെ ആളാകട്ടെ പ്രായം വന്നു ക്ഷീണിച്ചു പോയി, ആകെ അവശതയിലാണ്, അതുകൊണ്ട് സഹായം കൂടുതലാണ് അയാളാണ് അർഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അന്ന് സന്യാസിമാരെ മീറ്റിംഗ് കൂടി തീരുമാനിച്ചു, സത്യത്തിൽ പ്രായം വന്ന് രോഗിയായിരിക്കുന്ന മനുഷ്യനെ പോലെയാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ എന്ന് പറയുന്നത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഇനി മാനസാന്തരപ്പെടാനായിട്ട് പറ്റില്ല. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് രക്ഷപ്പെടുക സാധ്യമാകുന്നത് ഭൂമിയിലെ ആത്മാക്കളായ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വഴിയായിട്ടാണ്. ഒന്ന് കരമുയർത്തി പറഞ്ഞേന് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരുപാട് പുണ്യപ്പെട്ട ഒരുപാട് വിശുദ്ധാത്മാക്കളുടെ പ്രൈവറ്റ് ആയിരിക്കുന്നതും സഭ അംഗീകരിച്ചിരിക്കുന്നതുമായ റെവലേഷൻസിൽ പ്രത്യേകം വെളിപാടുകൾ കൊടുക്കുന്നത് നമ്മൾ കൂടുതലായി ഇതാ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവദർശനമുള്ളവരാണവർ. പക്ഷേ അവർക്ക് അവിടേക്ക് പോകണമെങ്കിൽ കുറേ പ്യൂരിഫിക്കേഷനിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. കാരണം ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഞാനും നിങ്ങളും പരിശുദ്ധരായെങ്കിലേ അവിടേക്ക് പോകാൻ കഴിയൂ. അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ധാരാളമായിട്ട് പ്രാർത്ഥിക്കണമെന്ന്. സഹോദരങ്ങളെ, യേശുവിൻ്റെ 2ാമത്തെ ആഗമനം വരെയും ഇതിനുള്ള ഒരു ആനുകൂല്യം പരിശുദ്ധ സഭയിലൂടെ കർത്താവ് നമുക്ക് തരികയാണ്. ഇത് നിരന്തരം ഈ മിസ്റ്ററിയിൽ, ഈ ദിവ്യകാരുണ്യത്തിൽ, വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആവർത്തിക്കുകയാണ്. വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായ നോമ്പും പ്രായശ്ചിത്തവും അനുഷ്ഠിച്ചുകൊണ്ട് ഈ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പല സഭാപിതാക്കന്മാരും വിശുദ്ധാത്മാക്കളും പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാമെങ്കിൽ അവർ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഹോദരങ്ങൾ, ഇത് നല്ല കൊള്ളാവുന്നൊരു ഫീൽഡാണ്. ഇത് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. 1ാം തരം കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കിടക്കുകയാണ്. അതായത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ മുട്ടുകുത്തുന്ന നേരത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാവിനെ അറിയാം. ഇതൊരു കോൺഷ്യസ് ബീയിങ് ആണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കോൺഷ്യസ് ആയ എക്സിസ്റ്റൻസ് ആണ്. അബോധമായ അവസ്ഥയല്ല, ഒരു കല്ല് പോലെ ഇരിക്കുന്നതല്ല. അപ്പന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഫാദർ മരിച്ചു പോയി, ഞാൻ എൻ്റെ ഫാദറിന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ്റെ ആത്മാവിനത് അറിയാം. അപ്പം സ്വർഗത്തിൽ ചെന്നുപെട്ട് കഴിയുമ്പോൾ ആത്മാവ് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ, എന്നെ സന്തോഷത്തിൽ ജീവിപ്പിക്കാൻ, എന്നെ വിശുദ്ധിയിൽ കൊണ്ടുപോകുവാൻ. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. മാത്രവുമല്ല, ഞാൻ പറഞ്ഞല്ലോ, യേശുവിനോട് കൂടെ ഇരിക്കാൻ
വിശുദ്ധി നമ്മൾ ഒരുപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ മരിച്ചവരായ വ്യക്തികൾ കല്ലറ പൊട്ടി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മനുഷ്യരായ നമ്മളെല്ലാവരും അവനോട് കൂടെ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. പൗലോസ് തെസ്സലോനിയൻസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നതാണ്, വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. സഹോദരങ്ങൾ, ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. കൊച്ചുത്രേസ്യ പുണ്യവതിയാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വ്യാഖ്യാനിക്കുന്നതും പറയുന്നത്. മരിച്ച ഒരു വ്യക്തിയുടെ ആത്മാവ് സ്വർഗത്തിലുണ്ട് എന്ന് കരുതുക. ശരീരം ഉയർപ്പിക്കപ്പെടാതെ ഇപ്പോഴും കിടക്കുകയാണ്. ഉയർപ്പിക്കപ്പെടാത്ത ഈ ശരീരം ഒരുപക്ഷെ പാപം ചെയ്തവരുടെ ശരീരമുണ്ട്, അല്ലാത്തവരുടെ ശരീരമുണ്ട്. അപ്പം സ്വന്തം ശരീരത്തെ സ്വന്തം ആത്മാവിനെ തിരിച്ചറിയുകയാണ്. ഉദാഹരണത്തിന് ജോസിയേട്ടൻ്റെ ആത്മാവ് സ്വർഗത്തിലുണ്ട്. ഈശോ രണ്ടാമതും പ്രതാപവാനായിട്ട് ആഗമനം ചെയ്യുന്ന നേരത്ത് ജോസിയേട്ടൻ്റെ ആത്മാവ് വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? ജോസിയേട്ടൻ്റെ ശരീരത്തെ ഉയർപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ്. ആ ശരീരത്തോടു കൂടി വീണ്ടും എടുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കൊച്ചുത്രേസ്യ പുണ്യവതി പറയുന്നത് എങ്ങനെയാണ്? ഓ അല്ലയോ ശരീരമേ, നീ നിന്നെ തന്നെ നിയന്ത്രിച്ച് ജീവിച്ചു. ഞാൻ പറഞ്ഞതനുസരിച്ച് നീ നിന്നെ തന്നെ നിന്റെ ശരീരത്തെ നിയന്ത്രിച്ചു. അതുകൊണ്ട് മഹോന്നതനായ കർത്താവിൻ്റെ മണവറയിലേക്ക് നീ പ്രവേശിക്കുക. വലതൊരു ഉയർച്ചെന്ന് പറഞ്ഞേന് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പുറത്ത് വേറൊരു റോസി ചേച്ചി, ആ ആത്മാവാണെങ്കിൽ നഷ്ടപ്പെട്ടാണ് കിടക്കണത്. അതുകൊണ്ട് ആ ആത്മാവ് വന്നിട്ട് പറഞ്ഞു, എൻ്റെ റോസി, ഞാൻ പറയുന്നത് നീ കേട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഒരു മഹോന്നതമായ ഒരു ഉയർപ്പുമില്ല, നമുക്കുള്ളത് ശിക്ഷാവിധിയാണ്. സഹോദരങ്ങളെ, ശരീരത്തെ നിയന്ത്രിച്ച് ജീവിക്കുന്നവർക്ക് സത്യത്തിൽ മഹോന്നതനായ കർത്താവ് വരുമ്പോൾ അവനോടുകൂടെ എടുക്കപ്പെടാനുള്ള അവസരമുണ്ട്. ഈ ശരീരം ഉയർപ്പിക്കപ്പെടേണ്ട ശരീരമാണ്. ഒരുപക്ഷെ ഇതുപോലൊരു ദേഹമാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഞാനും നിങ്ങൾ ഉയർപ്പിക്കപ്പെടേണ്ടവരാണ്, അവനോട് കൂടെ എടുക്കപ്പെടേണ്ടവരാണ്. ഇതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 1:11 ഈശോ എടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജെറുസലേമിൽ കൂടിയിരിക്കുന്ന ശിഷ്യന്മാരെല്ലാവരും കൂടി പകച്ച് മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ്. കാവൽ ദൂതന്മാരായി 2 പേര് വന്നു. ഒരുപക്ഷെ 2 മനുഷ്യരായിരിക്കും. അവർ വന്നിട്ട് പറഞ്ഞു, അല്ലയോ സഹോദരങ്ങളെ, നിങ്ങൾ എന്ത് നോക്കിയിരിക്കുകയാണ്? അവർ പറഞ്ഞു, കർത്താവ് മുകളിലേക്ക് എടുക്കപ്പെട്ടു. എടുത്ത വഴിക്ക് പറയുകയാണ്, കർത്താവ് മുകളിലേക്ക് എടുക്കപ്പെട്ടുവെങ്കിൽ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഒരു കരമുയർത്തുന്നു പറഞ്ഞേന് ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ കൂട്ടത്തിലിരിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. സ്തെഫാനോസ് ആദ്യത്തെ രക്തസാക്ഷിയാണ്. മരിച്ച് എടുക്കപ്പെടുന്ന സമയം, ആ ഡീക്കൻ എടുക്കപ്പെടുന്ന സമയം കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിന്ന് അവനെ സ്വാഗതം ചെയ്തു എന്നാണ് അപ്പസ്തോല പ്രവർത്തനം നമ്മൾ വായിക്കുന്നത്. ഞാനും നിങ്ങളെ സ്വാഗതം ചെയ്യാൻ നമ്മളുടെ യേശു കാത്തിരിക്കുകയാണ് സഹോദരങ്ങളെ. ഇത് നമ്മളെ മാത്രമല്ല, ലോകത്തിൽ പാപത്തിൻ്റെ വിപരീതമായ സാഹചര്യങ്ങളിൽ കഴിയുന്ന ഏതൊരു മകനെയും മകളെയും രക്ഷിക്കാൻ കർത്താവ് നോക്കിയിരിക്കുകയാണ്. ഇതുകൊണ്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുവാനുള്ള ബാധ്യതയും ചുമതലയുമാണ് യേശു കർത്താവ് നമ്മളിൽ പരമേൽപ്പിക്കുന്നത്. കരമുയർത്തുന്നു പറഞ്ഞേന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചുമതല എനിക്കാണുള്ളത്, നിങ്ങൾക്കാണുള്ളത്. ഇത് കൂടുതൽ പേരെ യേശുവിനെ വലത്തുഭാഗത്ത് അണിനിരക്കുവാൻ, അവനോട് കൂടെ ചേരുവാൻ, മഹത്വവാനായി അവൻ എഴുന്നള്ളി വരുന്ന നേരത്ത് അവന് സന്തോഷം കൊടുക്കുവാൻ അവസരം ഉണ്ടാകണം. ഓരോ നിമിഷവും ഈശോ മാറ്റിവെക്കുന്നത് ഏറ്റവും നേരത്തെയാകാൻ നമ്മൾ കാര്യമായി പ്രാർത്ഥിക്കണം. നാം നടത്തുന്ന സുവിശേഷ ശുശ്രൂഷ എന്ന് പറയുന്നത് സത്യത്തിൽ അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ ത്വരിതപ്പെടുത്തുന്നതാണ്, ഏറ്റവും സ്പീഡപ്പ് ചെയ്യുന്നതാണ്. കൂടുതൽ ആത്മാക്കൾ യേശുവിനെ കൂടുതലായി അറിയുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. കാരണം സ്വർഗം ഇപ്പോൾ സന്തോഷത്തിലല്ല, സ്വർഗത്തിലെ പിതാവ് ദുഃഖത്തിലാണ്. കാരണം അവസാന പാപി മടങ്ങി വരും വരെയും സ്വർഗത്തിലെ അപ്പന് ദുഃഖമാണ്. അപ്പോൾ സ്വർഗത്തിലെ അപ്പൻ്റെ ദുഃഖം മാറ്റാൻ അയക്കപ്പെട്ടിരിക്കുന്ന മകനും മകളുമാണ് നമ്മൾ. ഈശോയോട് ചേർന്ന് ഈ യുദ്ധത്തിൽ നമുക്ക് മുന്നേറാനായിട്ട് കഴിയണം. കർത്താവെ, അങ്ങയുടെ ആഗമനത്തെ കാത്തു പാർത്തിരിക്കാൻ, അതിനുവേണ്ടി സഭയോടൊത്ത് സമൂഹത്തെ ഒരുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യമാക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, നമ്മൾ ഒരാളുടെ പ്രോത്സാഹനമോ ഒരു അംഗീകാരമോ ഒരു മിനിസ്ട്രിക്കാരൻ്റെ നന്നായിരിക്കുന്നുള്ള വാക്കോ പ്രസംഗം കൊള്ളാം പാട്ട് കൊള്ളാം എന്നുള്ള വാക്ക് കേൾക്കാനൊന്നും വേണ്ടിയിട്ടല്ല നമ്മൾ മിനിസ്ട്രി ചെയ്യണത്. നമ്മൾ അച്ഛന്മാരെ കന്യാസികളൊക്കെ ഞങ്ങളായത്
ഇടവക്കാർ തിരക്കേടില്ലാന്ന് പറയുന്നോ, അല്ലെങ്കിൽ എത്രാൻ കൊള്ളാവുന്ന സ്ഥലത്ത് ആക്കുമെന്ന് പറഞ്ഞു ഇതൊന്നുകൊണ്ട് തോന്നുന്നതല്ല. ഇതൊക്കെ ഇതിനേക്കാൾ അപ്പുറം കിട്ടാവുന്നവരാണ് പലരും സഭയിൽ ചേർന്നിരിക്കുന്നവർ. അപ്പോൾ ഈ ഒരു നല്ല വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ഉപയോഗിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. നമ്മുടെ കാരണവന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് ആരോരുമില്ലാത്ത മിഷൻ ദേശങ്ങളിലേക്ക് നമ്മൾ പോകുന്നതും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ട സമയം അപഹരിച്ചുകൊണ്ട് യേശു കർത്താവിൻ്റെ രാജ്യവിസ്തൃതിക്ക് വേണ്ടി കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആരുടെയെങ്കിലും പ്രോത്സാഹനം കേൾക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഉന്നതമായ സ്വപ്നം നമ്മളുടെ മുകളിൽ ഉണ്ടെങ്കിൽ ചെറിയ പ്രതിസന്ധികളുടെ മുമ്പിൽ നമ്മൾ ഉലയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഉന്നതമായ സ്വപ്നം അവൻ്റെ ആഗമനമാണ്. സമ്മാനവുമായി കടന്നു വരുന്ന അവൻ്റെ ആഗമനമാണ്. കർത്താവേ, അങ്ങയുടെ ആഗമനത്തെ കാത്തു പാർത്തിരിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം.